Hello, everybody. We are here back with the analysis of the open mock test. ഇൻഫാക്ട് നമ്മൾ ശനിയാഴ്ച നടത്തിയ ഓപ്പൺ മോക്ക് ടെസ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു വിശകലനം നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള അനാലിസിസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അക്രോസ് എല്ലാ സബ്ജക്ട്സിൽ നിന്നും നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി, എൻവിറോൺമെന്റ്, എക്കോളജി, എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തുകൊണ്ട് അതിന്റെ ബേസ് അനാലിസിസ് നിങ്ങൾക്ക് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് ജസ്റ്റിൻ സാറിൽ തന്നെ തുടങ്ങാം. എന്താണ് സാറിന്റെ ഒരു ഓവറോൾ അനാലിസിസ് ഈ എക്സാമിനെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ? ജസ്റ്റിൻ സാർ, ഞാൻ ഈ ഓപ്പൺ ടെസ്റ്റിന്റെ എപ്പോഴും ഉള്ളൊരു ഒരു രസം എന്താന്ന് വെച്ചാൽ, ഇപ്പം മേ ബി അതുവരെ കുറേ ടെസ്റ്റുകൾ കുട്ടികൾ വീട്ടിലിരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ഈവൻ ഒരു 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 സ്റ്റഡി സെന്ററിൽ വന്നിട്ട് പോലും എഴുതുന്നുണ്ടാവില്ല. ഈ ലൈക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നു. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ഇല്യൂഷൻസ്, കുറേ മിത്ത് ബ്രേക്ക് ആവുന്നുണ്ട് അവിടെ. നമ്മൾ ഇന്നലെ സർവം മായ എന്ന് പറഞ്ഞതുപോലെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ, വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ദെയർ ഓഫ് ദ കോൺഫിഡൻസ് ദാറ്റ് ഞാൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാം. ഐ മീൻ, ചില കുട്ടികൾ വന്നിട്ട് സാർ എനിക്ക് ആൻഷ്യൻ ഇന്ത്യ സൂപ്പർ സ്ട്രോങ് ആണ്, എനിക്ക് ജോഗ്രഫി അടിപൊളിയാണ്, എക്കണോമി എനിക്ക് നോക്കുകയേ വേണ്ട, ഞാൻ കംപ്ലീറ്റ് ഒരുപാട് വായിച്ചു, കാര്യങ്ങൾ എഴുതി. ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു ആക്ച്വൽ സിമുലേറ്റഡ് എക്സാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എന്താണെന്നുള്ളവർക്ക് റിയലൈസ് ചെയ്യും. ഈവൻ ക്രൗഡ് വരെ പ്രശ്നമാണ്. ഇപ്പം റൂമിലിരുന്ന് ഒരു ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസിൽ AC റൂമിലിരുന്ന് കുഷ്യൻ ചെയറിലിരുന്ന് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. എക്സാം ഹാളിലേക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും വലിയൊരു ക്രൗഡിനെ അവർ ഫേസ് ചെയ്യുന്നത്. ഈ ഇൻവിജിലേറ്റർ ഇങ്ങനെ പാസ് ചെയ്യുന്നത് വരെ ഭയങ്കരമായിട്ട് പ്രഷർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ സാധനം ചിലപ്പോൾ അവരിയ്ക്കുന്ന ഹാളിൽ ഫാൻ ഇല്ല, ഡെസ്കിന്റെ ബെഞ്ചോ ഒടിഞ്ഞിട്ടുണ്ടാവും, മാർക്ക് ചെയ്യുമ്പോൾ ഇളകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അപ്പുറം ഇപ്പുറം ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഫ്രണ്ട് ഇരിക്കുന്നവര് പേപ്പർ ടേൺ ചെയ്യുമ്പോൾ ആ പ്രഷർ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഒരാൾ എഴുതി അരമണിക്കൂർ നേരത്തെ പോകുമ്പോൾ ഇവിടെ പ്രഷർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എന്തിനു പറയുന്നു, ആദ്യം പേപ്പർ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് അപ്പൊ അല്ലെങ്കിൽ അതെ, അപ്പൊ അവസാനം ചെല്ലുന്ന ഒരു സാധനമല്ല, ഇനിയിപ്പോ 30 മിനിറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അന്നേരം ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. ഇനി ഇതും അല്ലെങ്കിൽ ഇപ്പൊ പേപ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഇവരെടുക്കുന്ന സമയം ആലോചിച്ച് നോക്കുക. ആദ്യത്തെ കോൺഫിഡൻസ്, വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ്, എനിക്ക് 120 മിനിറ്റ്സ് ഒന്നും വേണ്ട, 60 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസ് ഞാൻ ഹിറ്റ് ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. റിയൽ എക്സാമിലേക്ക് വരുമ്പോഴാണ് അവർ അതിന്റെ ആ ഡിഫിക്കൽട്ടി മനസ്സിലാവുന്നത്. ഐ മീൻ, 10 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കുട്ടി വന്നത്, അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. വാട്ട് ഷീ സെഡ് ഈസ് ദാറ്റ് അയാൾക്ക് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അരമണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞു. അവിടെ പോയി കാര്യം കയ്യിൽ നിന്ന് പോയി. പിന്നെ അയാൾക്ക് പ്രഷറാണ്. ഈ 10 ക്വസ്റ്റ്യൻസ് അരമണിക്കൂർ എടുത്തിട്ടും അയാൾ പറഞ്ഞ 10 തെറ്റിപ്പോയി. അപ്പൊ ഉണ്ടാവുന്ന മാനസികാവസ്ഥ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇയാൾ ഏറ്റവും എൻഡിലാണ് OMR ഫില്ല് ചെയ്യുന്നത്. ഈ OMR ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്ത് ഒന്ന് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ പോയി. ഈ അവസാനത്തെ 10 മിനിറ്റിലാണ് OMR ഫില്ല് ചെയ്യുന്നത്. OMR ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും 5ാമത്തെ B ആണെങ്കിൽ ഇയാൾ അറിയാണ്ട് 6ാമത്തെ B പോയിട്ട് മാർക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് കംപ്ലീറ്റ് ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. യെസ്, ആക്ച്വലി ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഓപ്പൺ ടെസ്റ്റിൽ. ഇപ്പൊ ഈ ഒരു ക്രൗഡില് ഇപ്പൊ ഇവര് 10-200 നമ്മുടെ ഹാളിൽ ഏകദേശം 110 പേരും ഒരു ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇരിക്കുമ്പോൾ ക്ലിയർ അറ്റ്മോസ്ഫിയർ വേറെയാണ്. എക്സാക്ട്ലി 5 പേര് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും. അപ്പൊ ദിസ് ഇസ് സംതിങ് ഐ വുഡ് സേ ദാറ്റ് നമ്മൾ ഈ ആക്ച്വൽ ഓഫ്ലൈൻ എക്സാംസ്, കാരണം ഇതിൽ ഇന്റലിജൻസ് അല്ല മാറ്റർ ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസിപ്ലിൻ മാറ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റെഗുലർ പ്രാക്ടീസ് മാറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇന്റലിജൻസിനൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഡിസിപ്ലിന് പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ട്. വാട്ട് ഐ എം സെയിങ് ഇസ് ദാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾ വായിച്ചിരിക്കണം. പക്ഷെ ഈ വായനയും പഠിപ്പും മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫൈനൽ D-Day നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാപ്പായിരിക്കും. ഐ വുഡ് സേ ദാറ്റ് ഈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ലക്ഷ്മികാന്ത് പഠിക്കുന്നു, DD ബസു പഠിക്കുന്നു, അല്ലെങ്കിൽ ശേഖർ ബന്ദോപാധ്യായ പഠിക്കുന്നു, നിതിൻ സിൻഹാനിയ പഠിക്കുന്നു, ഇറ്റ്സ് ഓൾ സൂപ്പർ ഫൈൻ. യു ആർ ഡൂയിങ് ദ റിവിഷൻ പാർട്ട് ഓൾസോ. ബട്ട് അൺലെസ് ആൻഡ് അണ്ടിൽ ഇത് പ്രാക്ടീസ്ഡ് അല്ലെങ്കിൽ പ്രാക്ടീസിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 1 വർഷത്തെ 1.5 വർഷത്തെ എഫേർട്ട് വേസ്റ്റ് ആണ്. അതിന് ഇങ്ങനത്തെ ആക്ച്വൽ സിമുലേറ്റഡ് എക്സാംസ് ഓൾസോ മാറ്റേഴ്സ് എ ലോട്ട്. സ്റ്റാൻഡേർഡ് പേപ്പർ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഒരു 10-15 ആൾക്കാർ കൂടിയിട്ടാണ് ഈ പറഞ്ഞൊരു പേപ്പർ സെറ്റ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങളുടെ എഫേർട്ട് ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ് സ്റ്റുഡൻസ് ആക്ച്വലി എൻജോയ്ഡ് ദ പേപ്പർ. അവർക്ക് ശരിക്കും ഒരു എക്സാക്ട് UPC എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ടെസ്റ്റിമോണിയൽസിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലൊരു എഫേർട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി സിലബസ് കവർ ചെയ്തു, ട്രെൻഡ് കവർ ചെയ്തു, അല്ലെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച്, അല്ലെങ്കിൽ
ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലോങ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അടക്കം അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് അവരെ നല്ലോണം ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി ഐ ബിലീവ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പേപ്പർ. യു പി സിന്റെ തോട്ട് പ്രോസസ്സിലേക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഫൈൻ, ഇറ്റ് ഈസ് സൂപ്പർ ഫൈൻ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം മാറ്റർ ചെയ്യുന്നു. ഒന്ന് ടൈം മാനേജ്മെന്റ് മാറ്റർ ചെയ്യുന്നു. നിങ്ങൾ എത്ര എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാലും അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഈസ് പ്രാക്ടീസ് ടു 120 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 90+ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എഫേർട്ട് എല്ലാം വേസ്റ്റ് ആണ്. രണ്ട്, ആ ഒരു പ്രഷർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സോക്കോൾഡ് പ്രഷർ മാനേജ്മെന്റ് മെക്കാനിസം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് ഈ ഒരു സിമുലേറ്റഡ് എക്സാം എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോട്ട് കറക്റ്റ് കാണുന്നില്ല, ഇൻകറക്റ്റ് പെയർ കാണുന്നില്ല, പല സ്റ്റുഡൻസും ഒറ്റ റൗണ്ടേ പോകുള്ളൂ. ഒറ്റ റൗണ്ടേ പോകുന്നുള്ളൂ. അത് ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. ഇവർക്ക് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുള്ളൂ. എക്സാക്ട്ലി. ആദ്യത്തെ റൗണ്ടിൽ മാക്സിമം ടോപ്പേഴ്സ് വരെ മാക്സിമം 25 താഴെ ചെയ്യുള്ളൂ. അത് 40 മിനിറ്റ് ഉള്ളിൽ ചെയ്യും. രണ്ടാമത്തെ റൗണ്ടാണ് അത്രയും 75% നമ്മൾ അടിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും സെൻസ് എടുത്തത് എന്താണ്, എനിക്ക് പിള്ളേരും 1.5 റൗണ്ടൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവർ അത്രയും അനലൈസ് ചെയ്തിട്ട് ഇവർ ആ ഒരു എന്താ പറയാ പാറ്റേൺ മനസ്സിലാക്കുന്നില്ല. ഇവർ ആ പ്രഷറിൽ കിട്ടിയിട്ടേ ഞാൻ അടുത്ത് പോകും. അങ്ങനെ നോക്കുമ്പോൾ അവർ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുകയാണ്. അതാണ് ആക്ച്വലി എനിക്ക് ഈ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീന്റെ കോൾ വന്നു. അപ്പൊ അയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയാൾ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ എക്സ് ഓർ വൈ ഒരു പർട്ടിക്കുലർ അക്കാദമിയിൽ ടെസ്റ്റ് എടുത്ത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഫാക്ച്വലി ഭയങ്കര ടഫാണ് പേപ്പർ. ആൻഡ് പുള്ളിന്റെ ഈ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ പുള്ളിക്ക് ഒരു മോഡറേറ്റ് പേപ്പർ ആയിരുന്നു, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു. അതിനേക്കാൾ ഉപരി പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഒരു കഴിഞ്ഞ 4-5 വർഷത്തെ പേപ്പേഴ്സിന്റെ അതേ പാറ്റേൺ ഇവിടെ കാണാൻ പറ്റി. അല്ലെങ്കിൽ കുറേം കൂടി, അതായത് പർപ്പസ്ഫുള്ളി ഫാക്ട് വെച്ച് ടഫാക്കുന്നതിന് പകരം നിങ്ങൾ കുറേ കൂടി കോൺസെപ്ച്വലി അല്ലെങ്കിൽ കുറേ കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് യുപിഎസ്സിൽ അതേ ഗ്രാവിറ്റി തന്നെ. യെസ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറെ ഭയങ്കര ഫാക്ട് ഓറിയന്റഡ് ടഫ് പേപ്പേഴ്സ് ചെയ്ത് that is not the I don't think that is the parameter where UPSC fix the difficulty level of the paper. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയെങ്കിൽ മാത്രമേ ആക്ച്വൽ എക്സാമിൽ അവർക്ക് ഗുണം ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് ലോജിക്ക് വർക്ക്ഔട്ട് ആവുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിച്ച ആൻസറിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എക്സാക്ട്ലി ദ സെയിം വേ UPSC put the questions in the prelims. UPSC നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ലോ പാസ്സാവുന്നത്. എക്സാക്ട്ലി. നമ്മൾ ബേസ് അറിയും, അതിന്റെ കൂടെ ബാക്കി ഗസ്സിങ് എലിമിനേഷനും അതെല്ലാം വർക്ക്ഔട്ട് ആവും. അത് ശരിക്കും നിങ്ങൾക്ക് ഒരു ആക്ച്വൽ എക്സാമിൽ നിങ്ങളുടെ എലിമിനേഷൻ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, അത് UPSCന്റെ തോട്ട് പ്രോസസ്സുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണോ, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സോക്കോൾഡ് എന്താ പറയുക ഒരു 90+ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുറേ കാര്യങ്ങൾ അവിടെ മാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ഓപ്പൺ ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു. ദാറ്റ് ക്യാൻ ബി ഇൻഫാക്ട് അതാണ് കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സർ, വിത്ത് റിഗാർഡ് ടു ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്, ഹിസ്റ്ററിയും IR ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, സാറിന് എന്തെങ്കിലും സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് മാർക്കാണോ, ഓൺ മാർക്കാണോ, എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ഗാർഡ് ഉണ്ടായിരുന്നോ, സാറിന്റെ ഒരു അനാലിസിസ് എന്താണ്? ഞാൻ ആക്ച്വലി ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഹിസ്റ്ററി ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കാം. 21-22 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച വർഷങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഓൺ ആൻ ആവറേജ് ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹിസ്റ്ററിന്ന് എക്സ്പെക്ട് ചെയ്യും. അതിൽ തന്നെ ആൻഷ്യൻ ഇന്ത്യ, മിഡിവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, ഇതിന്റെ എല്ലാം ബ്ലെൻഡ് ആണ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് കുറച്ച് വർഷങ്ങൾ നമ്മൾ കണ്ടു മിഡിവൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻഷ്യനും മിഡിവലും കുറഞ്ഞ ക്വസ്റ്റ്യൻസും. പിന്നെ നമ്മൾ കണ്ടു ആൻഷ്യൻ മിഡിവൽ കൾച്ചറൽ തിങ്സ് ആർ ഇൻ ദ ന്യൂസ് കണ്ടിന്യൂസ്ലി when it is hot topics. Ancient medieval cultural questions are more number, medieval less. Again the trend is reversed. അപ്പോൾ we cannot to say that ഇത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രം. കാരണം ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈവൻ ടോപ്പേഴ്സ് അടക്കം പറയായിരുന്നു മിഡിവൽ ഇന്ത്യ പഠിക്കേണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ട്രെൻഡ് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദർ ഈസ് എ ഗുഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മേ ബി ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഫ്രം മിഡിവൽ ഇന്ത്യ, ബിക്കോസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ മിഡിവൽ ഹിസ്റ്ററി പാർട്ട് ഇൻ ദ കണ്ടംപററി ഇന്ത്യ. സോ ആൻഷ്യൻ മിഡിവലിന് കൃത്യമായിട്ട് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, അത് ഇത് തീം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആൻസറബിൾ ആണ്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 വർഷത്തെ പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബുദ്ധിസം, ചൈനീസം, ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുദ്ധിസം ചൈനീസും ഒരു ഷുവർ ഷോർട്ട് എന്താ പറയാ നമ്മളൊരു മസ്റ്റായിട്ടും കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ബുദ്ധിസം, ചൈനീസം, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ റിലീജിയസ് റിനൈൻസൻസ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ. സിമിലർ വേ മിഡിവൽ ഇന്ത്യയിലും ഉണ്ട് ഭക്തി സൂഫി ട്രഡീഷൻസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ സൊസൈറ്റൽ കൾച്ചറൽ റിനൈൻസൻസ് ആണ്. അപ്പോൾ റിനൈൻസൻസ് എപ്പോഴും UPSCക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള മോഡേൺ റിനൈൻസൻസ്, രാജാറാം മോഹൻ റോയ് തുടങ്ങി വെച്ച മോഡേൺ റിനൈൻസൻസ്,
ആൻഷ്യൻ മിഡീവൽ മോഡേണിലെ റിനൈൻസൻസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യൂ ഡിലിജൻസ് കൊടുത്തിട്ടുണ്ട്. Yes. അതിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻഫാക്ട് ദിസ് ഇസ് ദ വേ UPSC റിപ്പീറ്റഡ്ലി ആസ് ഇൻ ദ റിയൽ എക്സാംസ്. അതുപോലെ തന്നെ there is a question from this what is called Vedic civilization. It's a continuous controversies are there, discoveries are there, debates are there, findings are there. So അങ്ങനെ ഒരു സെൻസേഷണൽ ടോപ്പിക് എപ്പോഴും നമുക്ക് UPSCക്ക് ഹോട്ട് ടോപ്പിക് ആയിരിക്കും. മെയിൻസിന് ചോദിക്കുകയും മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്, വേദിക്കും എക്സാക്ട്ലി കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്, ഈവൻ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി വേദിക്കും ഇൻഡസും കൂടി കമ്പയർ. സോ ദ സിവിലൈസേഷണൽ വാല്യൂസ് ആൻഡ് കൾച്ചേഴ്സ് ഓഫ് ആൻഷ്യൻ പാസ്റ്റ്, ദാറ്റ് ഈസ് എ ഹോട്ട് ടോപ്പിക് ഫോർ UPSC. സോ ഇവിടെ നമ്മൾ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, വേദിക് വേഴ്സസ് RVC വേഴ്സസ് LVC. അപ്പൊ അത് മസ്റ്റ് ആയിട്ടും കോൺസെപ്ച്വലി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട, ക്ലാരിറ്റി ഉണ്ടാവേണ്ട ഒരു തീമാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ്. സിമിലർ വേ വി ഹാവ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് വാട്ട് ഈസ് കോൾഡ് നമ്മുടെ മുഗൾ എറ. അപ്പൊ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഏർലി മിഡീവൽ എറയുണ്ട്. ഏർലി മിഡീവൽ എറയിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡിനാസ്റ്റീസ്, റൂളിംഗ് ഡിനാസ്റ്റീസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹർഷവർദ്ധനന്റെ ബ്രേക്ക് ഡൗണിന് ശേഷം വന്നിരിക്കുന്ന ഇമ്മീഡിയറ്റ് ഡിനാസ്റ്റീസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ മൗര്യാസിന്റെ ബ്രേക്ക് ഡൗണിന് ശേഷം വന്നിരിക്കുന്ന ഡിനാസ്റ്റീസ്, ഗുപ്താസിന്റെ ബ്രേക്ക് ഡൗണിന് ശേഷം വന്നിരിക്കുന്ന ഡിനാസ്റ്റീസ്. സോ ദ ഡിനാസ്റ്റീസ്, യു നോ, chronologically we must know who comes first, who comes next, who comes later. That idea we must have. Their connections with the Europeans, we must have an idea. So coming to Mughal part, അപ്പം ഞാൻ പറഞ്ഞത് ഏർലി മിഡീവൽ ആ ഡിനാസ്റ്റീസ്, റൂളേഴ്സ്, അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഭക്തി സൂഫി ട്രഡീഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡൽഹി സൽത്തനറ്റ്, എസ്പെഷ്യലി യു നോ വെൻ ദ പീപ്പിൾ ആർ ഇൻ ദ ന്യൂസ്, സി ഡൽഹി സൽത്തനറ്റ് ആൻഡ് ദർ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ആർ ഇമ്പോർട്ടന്റ്. Mughal life is very important. Then the advent of Europeans, that is very important from medieval India. Similar way ancient India like വരുമ്പോൾ I start with IVC. IVC hot topic ആണ് because it is in the present. The past is discussed in the present and is connected with the present. So അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ ആവത്തില്ല. IVC is there, RVC, LVC is there, Buddhism, Jainism there, Mauryan, the Samrajyam, you know, the first state history of India. Then coming to post-Mauryan dynasties and cultural contributions, Gupta and the findings, later Guptas. അപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് മിഡീവലിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡേണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഫ്രീഡം സ്ട്രഗിൾ പാർട്ടി ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ടി. അപ്പൊ അതിൽ നമുക്കറിയാം ഈ പറയുന്ന റൈസ് ഓഫ് നാഷണലിസം തൊട്ട് അങ്ങോട്ടേക്കുള്ളത് ഭയങ്കര ക്രിട്ടിക്കൽ ആണ്. നമ്മുടെ മോഡറേറ്റ്, എക്സ്ട്രീമിസ്റ്റ്, ഗാന്ധിയൻ, റെവല്യൂഷണറി ഫേസസ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ നേരെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയലിസം, ഈ കൊളോണിയലിസത്തിന്റെ ഇമ്പാക്ട്, ബ്രിട്ടീഷ് കൊളോണിയൽ എറ, our administrative, educational, social, civil service, judicial, police reforms are there, and their implications and impacts are there. Commercialization of agriculture, deindustrialization, how this colonialism impacted different segments of Indian life. അത് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന പ്രിലിംസിനും മെയിൻസിനും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Similar way their constitutional reforms, the hot topic, very hot topic, like a 1773 Regulating Act to Government of India Act 1935. അപ്പൊ ഈ പറയുന്ന എസ്പെഷ്യലി ഈ പറയുന്ന 1919, 1935, 1909 കൗൺസിൽ ആക്ട്സ്, ആ സംഭവങ്ങളിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ്, ഫെഡറൽ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, പ്രൊവിൻഷ്യൽ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, യു സി സോ മെനി ക്വസ്റ്റ്യൻസ് ദേ ആസ്ക്ഡ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന സോ കോൾഡ് ലെഗസി ഉണ്ടല്ലോ, കൊളോണിയൽ എറേന്റെ ലെഗസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി അതിന്റെ എജിറ്റേഷൻസ് ഉണ്ട്. കൊളോണിയലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഇന്ത്യയുടെ ഏർലിയസ്റ്റ് ഫൈറ്റിംഗ്സ്, അതിലാണ് നമ്മുടെ ഈ സന്താൽ ഹൂളും അല്ലെങ്കിൽ മുണ്ട റെബലിയനും, tribal uprisings, peasant uprisings, that part is a hot topic for UPSC. Then the first great rebellion, 1857 revolt. So I think these are the very important core themes that every aspirant must cover from history part. Culture part, art, architecture, literature, important. സാർ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും സത്യത്തിൽ ഈ പേപ്പറിലൂടെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കും നമുക്ക് അത് വരുന്നുണ്ട്. അൽത്താഫ് സാർ, ഇൻസിഡന്റലി ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻവിറോൺമെന്റിലും ജോഗ്രഫിയിലും ട്രഡീഷണലി അല്ലാത്ത രീതിക്ക് നമ്മൾ കുറച്ചും കൂടെ ബേസിസിനെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജോഗ്രഫിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. സാറിന്റെ ഒരു അനാലിസിസിൽ എൻവിറോൺമെന്റ്, ജോഗ്രഫി എന്ന് പറഞ്ഞ ക്വസ്റ്റൻസിലൊക്കെ ഉള്ള സാറിന്റെ ഒരു ഓവറോൾ അനാലിസിസ് എന്താണ്? എസ്പെഷ്യലി UPSC ചോദിക്കുന്നത് ബേസും ഉണ്ട്, ഇവൻ കറണ്ട് അഫയേഴ്സ് ചോദിക്കുവാണെങ്കിൽ ബേസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് UPSCയുടെ പാറ്റേൺ, എസ്പെഷ്യലി എൻവയോൺമെന്റിന്. ജോഗ്രഫി ആണെങ്കിൽ കോൺസെപ്ച്വൽ വൈസ് ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലെവലിലാണെങ്കിൽ എക്കോളജിക്കൽ പിരമിഡ് ചോദിച്ചിട്ടുണ്ട്, ബയോമാസ് ചോദിച്ചിട്ടുണ്ട്, സ്മോഗ് ചോദിച്ചിട്ടുണ്ട്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ യൂട്രോഫിക്കേഷൻ, ഇതുപോലെ കാര്യങ്ങൾ. ഇനി അതെല്ലാം കോൺസെപ്ച്വൽ വൈസ് ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ 34ാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് എർത്തിൽ
ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി അറിയാം. ദ എസ്തനോസ്ഫിയർ ഈസ് ലൊക്കേറ്റഡ് ഇമ്മീഡിയറ്റ്ലി എബവ് ദി ലിത്തോസ്ഫിയർ. ഇതെന്താ വെച്ചാൽ എക്സാം പ്രഷറിൽ ഇരിക്കുന്ന ഒരാൾക്ക് എബവ് ആണോ ബിലോ ആണെന്നുള്ളത് ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല. ഓക്കെ, ഒരു പ്രെജുഡിസ് മൈൻഡിൽ ഇതങ്ങ് ശരിയാക്കി വിടും. ഓക്കെ, ഇത് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐ ഓപ്പണർ ആണ്. അവര് രണ്ടാമത് തെറ്റിയത് എന്താണെങ്കിലും തെറ്റിക്കും. ഇത് വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബേസ് കോൺസെപ്റ്റ് ആണ്, പക്ഷേ എക്സാം പ്രഷറിൽ തെറ്റിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പം എൻവയോൺമെന്റ് അല്ലെങ്കിൽ ജിയോഗ്രഫിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബേസ് സെറ്റ് ചെയ്തു, കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സെറ്റ് ചെയ്തു. ഇവർ ഇതിനകത്ത് പ്രഷറൈസ് ചെയ്ത് തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ലോജിക്കൽ ഇന്റർപ്രിറ്റേഷനിലൂടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഈ 3 സബ്ജക്ട് വളരെ കോൺസെപ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇത്രയും പാർട്ടിസിപ്പേഷൻ വന്നത്. നമ്മൾ ഓപ്പൺ ടെസ്റ്റിനെ പറ്റി പിള്ളേർ പറയുന്നതാണെങ്കിലും എല്ലാം കവറായി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇതാണ് എൻ്റെ ഓവറോൾ ടേക്ക് നമ്മുടെ ഈ 3 ഇപ്പൊ ചോദിച്ച സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ളത്. ഇപ്പം അത് ലൈക്ക് ജാസിം സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം യു ആർ ആൻ എക്സ്പെർട്ട് ഓഫ് ദ പോളിറ്റി. നമ്മുടെ പോളിറ്റി ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ഈ എക്സാംസിൽ, ഇപ്പം എൻ്റെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ജേർണിയിൽ ഞാൻ കാണുന്ന കുട്ടികൾ എപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ടു സ്പീക്ക് ഓൺ ദ പോളിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് പോളിറ്റി. ദേ ആർ ഡാം കോൺഫിഡൻറ്റ് ദാറ്റ് പോളിറ്റി ക്യാൻ ബി ഈസിലി സോൾവബിൾ, അല്ലെങ്കിൽ പോളിറ്റി എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഒരു 60% കുട്ടികളും ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പൊളിറ്റി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സാധനം പൊളിറ്റിയാണ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദ പൊളിറ്റി ക്വസ്റ്റ്യൻസ്? അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ബാക്ക് ടു ബാക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടാവും, റിവ്യൂസ് കിട്ടി. നമ്മൾ സെറ്റ് ചെയ്ത ആ പൊളിറ്റി ക്വസ്റ്റ്യൻസിനെ കുറിച്ചും കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായത്തെക്കുറിച്ചും എന്താണ് സാറിന് പറയാനുള്ളത്? പൊളിറ്റിനെ പറ്റി ആദ്യം പറയുമ്പോഴത്തേക്കും ഈ ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് വരും, അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചങ്ങോട്ട് ഒറ്റ പോക്കിനെ കൂടെ ചിലപ്പോൾ പോവുകയും ചെയ്യും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സാധനം ആയിരിക്കും എന്ത് ചെയ്യാ ഇതായിട്ട് പോയിട്ടുണ്ടാവുക. ഓക്കെ, ഓവറോൾ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഷിഫ്റ്റിൻ ട്രെൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ആർട്ടിക്കിൾ, ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്യുന്ന കണ്ട ശരിക്കും ഞെട്ടിപ്പോവും. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ വേറെ ആക്ട് എന്ത് ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ നാളെ തൊട്ട് വേറെ ആക്ട് വായിക്കാൻ തുടങ്ങണം എന്നല്ല. ഓരോ ആർട്ടിക്കിൾ നിങ്ങൾ എടുത്ത് വെച്ച് വായിക്കുവാണെന്നല്ല. ഫോർ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ 78 എടുത്ത് വെച്ച്, 79 എടുത്ത് വെച്ച് വായിക്കുന്നു, 82 ഡീലിമിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, 93 സ്പീക്കറിന്റെ എടുത്ത് വെച്ച് വായിക്കുന്നു, 105 പ്രിവിലേജ്, 110 മണി ബില്ല്, ഓരോന്ന് ഏറ്റവും സ്പെസിഫിക് ആയ സാധനങ്ങളുടെ ആ ലാംഗ്വേജ് ഒന്ന് ഫെമിലറൈസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ഈ ക്വസ്റ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആ ഒരു ലൈനിലാണ്. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ജനറലി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം വിഷമമുണ്ട് ഒരുപോലെ തന്നെ. ഒരുപാട് ആൾക്കാർ ഈ ഒരു ന്യൂമറിക്കൽ ഉണ്ടായിരുന്നു. ഇൻസിഡന്റലി നമ്മൾ സിമ്പിൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് മെജോറിറ്റി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ പാസ് ചെയ്യാനായിട്ട് എത്ര മെജോറിറ്റി വേണം എന്നുള്ളത്. പക്ഷെ രണ്ടിലും സമ്മിശ്രമായിട്ടാണ് എനിക്ക് അതിന്റെ പ്രതികരണം കിട്ടിയത്. കാരണം വേർഡ്സിൽ വരുമ്പോൾ അത് എളുപ്പമാണ്. അതായത് 2/3 ഓഫ് ദി പ്രസിഡന്റ് വോട്ടിംഗ് അബ്സല്യൂട്ട് മെജോറിറ്റി. പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ശരിയാക്കി വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതായത് അതൊന്നും ന്യൂമറിക്കലി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തപ്പം കഴിഞ്ഞ എക്കണോമിയിൽ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. സിമിലർലി നമ്മൾ സെറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് എന്തെന്നുള്ളത് എത്ര മെജോറിറ്റി. പക്ഷെ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആരിലേക്ക് വന്നില്ല. അപ്പൊ എന്റെയും കൂടെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. അതായത് എന്താണ് ആ ഒരു കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡീപ്പർ ആയിട്ട് വന്നില്ല. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം നമ്മൾ ആ പഠിക്കുന്നതിന്റെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് 1-2 കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാം, മെജോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ആ ന്യൂമറിക്കൽ പാർട്ട് ഓഫ് പോയിന്റ്. ബാക്കി നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ലെജിസ്ലേറ്റീവ് ബോഡീസ്, അതുപോലെ മോഷൻസ്. നമ്മൾ വളരെ യു പി എസ് സി സെറ്റ് ചെയ്ത അതേ ട്രാപ്പുകൾ തന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അഡ്ജോൺമെന്റ് മോഷൻ നമ്മൾ ജനറലി ലോക്സഭയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മുമ്പ് യു പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്. ആന്റി ഡിഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ബേസിക് പ്രൊവിഷൻ, ആരാണ് തീരുമാനം എടുക്കുന്നത്, യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഇലക്ഷൻ, പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ ആരൊക്കെയാണ് ഉണ്ടാവുക. ചെറിയ ചില ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രൂത്ത് ആൻഡ് ഫെയർ കമന്റ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഹയർ ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ അക്രോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ബേസ് ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നിങ്ങളും ഭാവിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്റെ ഹംബിൾ റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓവർ ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും കൂടുതൽ ഫണ്ടമെന്റൽ ക്രക്സ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോൺ എന്താണ്, അതിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്.
എനിക്ക് ജസ്റ്റ് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ IR ക്വസ്റ്റ്യൻസ് കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. IR മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് സാറിന് എന്താ ഒരു നോർമൽ ഫീലിംഗ് അതിനെ പറ്റി? സി IRന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സി വാട്ട് എവർ ദ ക്വസ്റ്റ്യൻസ് വി സെറ്റ് അത് ഐ സ്ട്രോങ്ലി ബിലീവ് എന്താ പറയുക ഇൻ പാർ വിത്ത് ദിസ് UPSC ലൈക്ക് സ്റ്റാൻഡേർഡ്. അവിടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടല്ലോ. ഇപ്പോൾ ദേ കണക്ട് ദിസ് IR വിത്ത് സെക്യൂരിറ്റി, they connect IR with geography, they connect IR with economy, they connect IR with polity. അപ്പോൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് they ask similar way. ഇപ്പോൾ വെനസ്വേലിയൻ ക്രൈസിസ് വന്നു, we connected IR with like geography part. So there is, I mean, ഇപ്പോൾ straits and corridors നമുക്ക് കാണാൻ പറ്റും. I mean, whenever these things are in the news, നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ ഐ തിങ്ക് ദർ ഈസ് Strait of Malacca previously asked. So there are lots of such Persian Gulf was asked. So there are lots of questions they connect this way. ഒരു കാരണം IR പഠിക്കേണ്ടത് നിങ്ങൾ ആസ് സച്ച് IRന്റെ ഫാക്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നെയ്ബർഹുഡ് റിലേഷൻസ്, വാട്ട് ഈസ് ആർക്ക് എന്നൊന്നും ഒരിക്കലും UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. അപ്പം ദ തിങ് ഈസ് ദാറ്റ് IR എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ കാണേണ്ടത് അതൊരു എന്താ പറയുക അപ്രോച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരിക്കണം. IR ഹാസ് ടു ബി സ്റ്റഡീഡ് വിത്ത് ജിയോ പൊളിറ്റിക്സ്, IR ഹാസ് ടു ബി സ്റ്റഡീഡ് വിത്ത് ജോഗ്രഫി, എക്കണോമി, സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഗവർണൻസ്. ആ ഒരു അപ്രോച്ചിലായിരിക്കണം നിങ്ങൾ IRന്റെ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ലൈക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് വേറൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ ഒരു 5 വർഷത്തെ IRന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ലൈക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ധാരണയുണ്ടാവും. അപ്പോൾ whenever these IR topics in the news, please try to apply into the conceptual side so that most of the questions are ന്യൂസ് വരുന്ന കാര്യങ്ങളെ അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് റെക്കറന്റ് ആയിട്ട് ന്യൂസിൽ വരുന്ന കാര്യം അവർ ചോദിക്കുന്നത്. നോക്കില്ലത്. അതെ. ഇപ്പൊ വെനസ്വേലയുടെ കാര്യം പറഞ്ഞാൽ തന്നെ 50% പിള്ളേര് നോക്കിയിട്ടുണ്ടാവില്ല. അത് മാഗസിനിൽ വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് കൊണ്ട് കൊടുക്കാം. ഇനിഷ്യേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം IR എന്ന് പറയുന്നത് ഇപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക UPSCന്റെ ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് IRന്റെ ആയിരിക്കാം. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും അതിന് അർഹിച്ച പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ IR നിങ്ങൾ ഒരിക്കലും ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി I always believe that it has to be integrated with your core subjects. That would be much better way of learning IR എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് ഓവറോൾ നമ്മുടെ അനാലിസിസും പാർട്ടും. പിന്നെ ഇത് കൂടാതെ നമ്മളിപ്പം എക്കോണമി ഉണ്ട്, അതുകൂടാതെ നമ്മളിപ്പം ചർച്ച ചെയ്യാത്ത ഏതാണുള്ളത്? പിന്നെ കറണ്ട് അഫയേഴ്സ് പാർട്ടും എക്കോണമി പാർട്ടും. ഓക്കെ, ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് പറയുകയാണെങ്കിലും UPSCക്ക് ഭയങ്കരമായിട്ട് റെലവെന്റ് ഉള്ള പാർട്ടാണ് നമ്മൾ അതിനകത്ത് എടുത്തത്. മണി മാർക്കറ്റ് ആണെങ്കിലും, ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിലും, GDP റിലേറ്റഡ് ആണെങ്കിലും, ഈവൻ ബോണ്ട് കാര്യങ്ങളുള്ള ഇൻഡെക്സ് ആണെങ്കിലും, എക്കണോമിയുടെ കാര്യങ്ങൾ, ഇതുപോലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഒരേ സമയം ബേസും വേണം, അതേസമയം അതിനകത്ത് കറണ്ട് അഫയേഴ്സ് നോളജും വേണം. ബേസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്കണോമിയുടെ പേപ്പർ സെറ്റ് ചെയ്തത്. കറണ്ട് അഫയേഴ്സിന്റെ ആണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇപ്പം കഴിഞ്ഞ 5 വർഷം ഏത് രീതിയിലാണോ, ഏത് പൾസിലാണോ UPSC ഇടുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ UPSC കറണ്ട് അഫയേഴ്സ് നോക്കി അറിയാം. നമുക്ക് ആ വേർഡിങ്സ് ഡീകോഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു കറണ്ട് അഫയേഴ്സിനേക്കാൾ ഒരു കണ്ടംപററി അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പല കുട്ടികളും യെസ് ഇവര് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ഓക്കെ ഈ വർഷത്തെ ഒരു കമ്പൈലേഷൻ എടുക്കുന്നു, അത് കാണാപ്പാഠം പഠിക്കുന്നു. Most of the aspirants are trying to mug up these current year ന്റെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കമ്പൈലേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഭവത്തിന് ഭയങ്കരമായ ഒരു കണക്ടിവിറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂ ഫ്രം ലാസ്റ്റ് 2 years. പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ ഉണ്ട്. ഈ ഒരു ഇല്യൂഷൻ ഉണ്ടല്ലോ. വെനസ്വേലയുടെ പ്രശ്നം ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആക്ച്വലി ചോദിച്ചതാണ്. ഇൻഫാക്ട് ഒരു പടി മുമ്പ് UPSC ട്രാവൽ ചെയ്തു. അതെ. പക്ഷെ അത് നമ്മള് എവിടെയോ നമ്മള് ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് മാറിപ്പോകുന്നിടത്താണ് പലപ്പോഴും. ഇപ്പൊ രജത്തും കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പറഞ്ഞാണ്, സാർ ഞാൻ ഇന്റർവ്യൂ വരെ പോകുന്ന വർഷങ്ങളിലൊക്കെ കമ്പൈലേഷൻസ് വെച്ച് പോയി, ബട്ട് ഐ കുഡിൻ സ്കോർ ബെറ്റർ ഇൻ ദ മെയിൻസ് പാർട്ട്. ഈ വർഷം കമ്പൈലേഷൻസ് ഒഴിവാക്കി ന്യൂസ് പേപ്പർ മാത്രം വായിച്ചു. സോ ഐ ക്ലിയർ കുഡ് സ്കോർ ബെറ്റർ ഇൻ GS പേപ്പേഴ്സ്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കമ്പൈലേഷൻസ് നിങ്ങൾക്ക് എവിടെയും അവൈലബിൾ ആണ്.
ഈവൻ ചാറ്റ് ജി പി ടിയിലും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഒരു പക്ഷേ കമ്പൈലേഷൻസ് കവർ ചെയ്യുന്നത് കൊണ്ട് കിട്ടിക്കോണമെന്നില്ല. I think we have discussed everything almost, economy, current affairs എല്ലാം. സാറിന്റെ ഒരു ഫൈനൽ ടേക്ക് അല്ലെങ്കിൽ ഫൈനൽ മെസ്സേജ് എന്താണ്? എനിക്ക് ഞാനിപ്പം പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളെല്ലാവർക്കും പറയാനുള്ളതും അതായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ ആസ്പിറൻസിനോടും പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് എടുക്കേണ്ടത് ഒരു ഇരുണ്ട മുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളെ വീട്ടിലെ ഒരു സ്പേസിലോ ഒരു റിവോൾവിംഗ് ചെയറിൽ ഇരുന്നുകൊണ്ടോ അല്ല ചെയ്യേണ്ടത്. ശരിക്കും ഇത് ഒരു തന്നെയല്ല, നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന ടെസ്റ്റിന്റെ ടൈം മാനേജ്മെന്റ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ്. സോ ഐ ഓൾവേസ് സേ ദാറ്റ് നിങ്ങൾ പഠിച്ചോളൂ, നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ ചെയ്ത് അത് റെഗുലർ ടൈംസിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു ട്രാക്കിലേക്ക് വന്നെങ്കിലേ ഫൈനൽ എക്സാമിൽ ഗുണം ചെയ്യുള്ളൂ. അതും ശരിക്കും ഒരു ആക്ച്വൽ സിമുലേറ്റഡ് എക്സാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരാൻ, റിയൽ എക്സാം നിങ്ങൾ ശരിക്കും ഒരു എക്സാം ഹാളിൽ വന്നിരുന്ന് എഴുതുന്ന പോലെ ഓഫ്ലൈൻ ആയിട്ട് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ എഴുതിക്കോളൂ, നോ പ്രോബ്ലം. അത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഒരു ടെസ്റ്റ് മാത്രമേ എഴുതാവുള്ളൂ എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാർ സെറ്റ് ചെയ്യുന്ന, ടോപ്പേഴ്സ് സെറ്റ് ചെയ്യുന്ന, മെൻറ്റേഴ്സ് സെറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് എഴുതാം. പക്ഷെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് യു പി എസ് സിൻ്റെ കഴിഞ്ഞ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേണോട് കിടപിടിക്കുന്നതാണോ എന്ന് നോക്കുക. ഈ പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ഒരു കവറേജ് ഉണ്ടോ എന്ന് നോക്കുക, സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നോക്കുക. ആൻഡ് തീർച്ചയായിട്ടും ഓഫ്ലൈനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ സ്ഥിരമായിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. ടൈം മാനേജ്മെന്റ് ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ ഈ എക്സാം ഹാളിന്റെ പ്രഷർ നിങ്ങൾ അവസാനത്തെ ഒരു ദിവസം അല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അത് ഈ 5 മാസവും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിങ്ങൾ ടൈം ചെയ്യണം, അതിനെ നിങ്ങൾ മെരുക്കിയെടുക്കണം. ഏത് ബാഡസ്റ്റ് സിറ്റുവേഷനിലും ഫാനില്ല, കാറ്റില്ല, വെളിച്ചമില്ല, ഇനി ഡെസ്ക് ഇളകുന്നു, ബെഞ്ച് ഇളകുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടാണ്, വണ്ടി ഓടുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു ആംബിയൻസിലായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എക്സാം എഴുതുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ ട്രെയിനിങ് നേരത്തെ തുടങ്ങുക. പരമാവധി ക്വസ്റ്റ്യൻസ് ലോജിക്കലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല്, അത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു പ്രാക്ടീസിലൂടെ സംഭവിക്കുന്നതാണ്. പിന്നെ എക്സാമിൻ്റെ സിലബസിനോട് ജസ്റ്റിസ് ചെയ്യുക. റാൻഡമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എഴുതുന്ന എക്സാം അല്ല യു പി എസ് സി എക്സാം. കൃത്യമായ ഒരു സിലബസ് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റിൽ നിന്നൊക്കെ എന്താണ് ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവും. ഒരു കൂട്ടം മെൻറ്റേഴ്സ്, എക്സ്പെർട്ട് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കുറേയും കൂടി ഇത് സിംപ്ലിഫൈ ചെയ്തു തരും. എന്ത് നോക്കണം, എന്ത് നോക്കരുത്, എങ്ങനെ ചെയ്യണം, ചെയ്യരുത്, ആ സപ്പോർട്ട് മെക്കാനിസത്തോടു കൂടി വേണം നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഗ്യാലൻഡിലാണെങ്കിലും ഇവിടെ ജാസിം സാറും അൽതാഫ് സാറും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എക്സ്പെർട്ട് മെൻറ്റേഴ്സൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. ആ മെൻറ്റർഷിപ്പിൽ അത് മറ്റുള്ളവർക്ക് ഞങ്ങൾ എന്താ പറയുക ഒരു റൂളായിട്ടൊന്നും സെറ്റ് ചെയ്യുന്നതല്ല. എവിടെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് മെൻറ്റേഴ്സ് അവൈലബിൾ ആവുന്നത് അവരിൽ നിന്ന് സപ്പോർട്ട് എടുക്കുക. ഒരിക്കലും ഇത് നിങ്ങളൊരു എന്താ പറയുക ഒരു ട്രയൽ എക്സാം പോലെ ഇതിനെ കാണരുത്. വേണ്ട ലൂപ്പ് ഹോൾസ് ഒക്കെ നിങ്ങളുടെ ലൂപ്പ് ഹോൾസ് ഒക്കെ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ കൃത്യമായി റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കണം ഫൈനൽ എക്സാം ഹാളിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാസിം സാർ, അൽതാഫ് സാർ, എന്താണ് ഒരു ഫൈനൽ വേർഡ്സ്, എന്തെങ്കിലും ഫൈനൽ മെസ്സേജ്, ജസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിക്കും ഈ പറഞ്ഞ തന്നെയാണ്. ഏത് ആംബിയൻസ് മാറ്ററാണ്. റൂമിലിരുന്ന് എക്സാം എഴുതാതെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഓഫ്ലൈൻ വന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഈവൻ ഒരു 30-40 ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പകുതി ടെസ്റ്റെങ്കിലും ഓഫ്ലൈനിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക. ആ ക്രൗഡ് ഫേസ് ചെയ്യുക, ഫിയർ മാറ്റുക, കാമായിരിക്കുക, പീസ് മൈൻഡോട് അറ്റൻഡ് ചെയ്യുക. ഇതാണ് എൻ്റെ ടേക്ക് ഫൈനൽ. സോ ഇതായിരുന്നു നമ്മുടെ അനാലിസിസ്. നമ്മുടെ വൈക്യു മോക്ക് എന്നൊക്കെ കൂടുതൽ നമ്മൾ ഇതൊരു കോൺസെപ്ഷ്യൽ ട്രാക്കർ ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ചോദ്യം ഫേസ് ചെയ്തത് എന്തിനാണ് ഒരു ഓപ്പൺ ടെസ്റ്റ് ജാനുവരിയിൽ എന്നുള്ളതായിരുന്നു. ജാനുവരിയിലെ ഓപ്പൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെസ്റ്റ് ഫൈനൽ ഡേയ്സിൽ എടുക്കുന്നേക്കാളും ഇതായിട്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തെ ആദ്യത്തെ 2026 മോക്ക് ടെസ്റ്റ് ആയിരുന്നു തോന്നുന്നു. നമ്മൾ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരു കോൺസെപ്ഷ്യൽ ട്രാക്കർ കിട്ടാൻ വേണ്ടി. ഇവിടെയാണ് എൻ്റെ വീക്ക് പോയിന്റ്, ഇവിടെയാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഇവിടെയല്ല വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഇവിടെയല്ല ഞാൻ എംഫസിസ്. അപ്പോൾ ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാറ്റിക് ആംഗിളിലാക്കാനുള്ളൊരു കാരണം നിങ്ങൾക്ക് പിന്നീട് അതിലേക്ക് വാല്യൂഡേഷൻ ചെയ്ത് കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കണ്ടംപററി ആയിട്ടുള്ള അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റാറ്റിക് എന്നും സ്റ്റാറ്റിക് ആണ്. ആ സ്റ്റാറ്റിക് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടുണ്ടാവും. ഐ തിങ്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മെസ്സേജ് നമുക്ക് കൊടുക്കുന്നു. എവ്രിവൺ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. സ്റ്റേ സ്ട്രോങ് ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക് യു.
Gallant IAS, chasing your passion to ace.